7 വയസ്സുകാരൻ്റെ അമ്മേനെ കണ്ട തോന്നിക്കില്ലല്ലോ. ഒരു 15 വയസ്സുകാരൻ്റെ അമ്മയാന്ന് പറയാം. പ്രിയ ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോയോണ്ടല്ലോ പ്രിയയുടെ വേറൊരു രൂപം കാണാം. വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ്. വെരി സ്പെഷ്യൽ ഡേ. നമ്മുടെ വേദുന്റെ പിറന്നാളാണ് ഇന്ന്. ഭയങ്കര സ്പീച്ച് ആയിരുന്നല്ലോ മുന്നേ. പിറന്നാളാണ്. സോ അത് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി ട്രിവാൻഡ്രത്ത് വന്നിരിക്കുവാണ്. നമുക്ക് അമ്പലത്തിൽ പോണം. സിസ്റ്ററും ഫാമിലിയൊക്കെ, എന്റെ സിസ്റ്ററും ഫാമിലിയൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗദർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി എ വെരി ഹാപ്പി ഡേ. അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് November 30th ആണ്. ഇന്ന് നാളാണ്. അതെ. അപ്പൊ ഡേറ്റ് ഓഫ് ബർത്തിന് നമുക്ക് ഇവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ആയിരിക്കും. ഇപ്പൊ നമ്മുടെ കൂടെ ഒന്നും അല്ല അവന് സ്പെൻഡ്. ഡാഡിയുടെ നാളും പൂരമാണ്. അണ്ടുവിന്റെ ബർത്ത്ഡേ November 30th. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ അതുപോലെ തന്നെ വേദുവിന്റെ ബർത്ത്ഡേ ഒരേ ദിവസം വരുന്നത്. സോ ഒരു മിനിറ്റ് നോക്കട്ടെ, 7 വയസ്സിന് വേദുവിനെ എടുക്കാൻ പറ്റുന്നുണ്ടോ? ഇനി എത്ര കാലം എടുക്കാനാ? അല്ല ഇനിയിപ്പോ കെട്ടാറായില്ലേ, പെണ്ണിനെ നോക്കാലോ നമുക്ക്. ഇത് പക്ഷെ ശരിക്കും മിസ് ചെയ്യും കേട്ടാ. എന്ത് എടുക്കുന്നതൊക്കെ ഇപ്പൊ തന്നെ നോക്ക്. ഇപ്പൊ തന്നെ നോക്ക്, മീശൊക്കെ മുളച്ചു അവന്, ചെക്കന്. പല്ലും പോയി മീശയും മുളച്ചു. സോ എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ തന്നെ നമ്മളിപ്പോ ഹയാത്ത് റീജൻസിയിലാണ്. നിങ്ങൾ ഈ വ്ളോഗ് ഇവിടുത്തെ വ്ളോഗ് എന്തായാലും ഒന്ന് കാണണം. അത് ഞാൻ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ എനിക്കൊന്ന് കേരളത്തിൽ തന്നെ വേറെ എവിടെയും കിട്ടാത്ത ഒരു സംഭവം ഇവിടെ കിട്ടുന്നുണ്ട്, ഹോട്ട് പോട്ട് ലഞ്ച്. ആദ്യമേ നമുക്ക് അത് കഴിച്ച് തന്നെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡേ തുടങ്ങാം. ഐ ലവ് ഹോട്ട് പോട്ട് ആൻഡ് ഹോപ്പ്ഫുള്ളി ഇവിടുത്തെ ഹോട്ട് പോട്ട് ചൈനീസ് ഷെഫ് തന്നെയാണ് ചെയ്യുന്നത്. ചൈനയിൽ നിന്ന് വന്നൊരു ഷെഫ് തന്നെ, ഫ്രം ബീജിംഗ്. സോ എനിക്ക് തോന്നുന്നു ആസ് ഒത്തന്റിക് ആസ് ഇറ്റ് ഗെറ്റ്സ് ആയിരിക്കും. നേരെ നമുക്ക് ഹോട്ട് പോട്ട് കഴിച്ച് ബാക്കിയുള്ള പരിപാടികളൊക്കെ. കൊച്ചി ഹയാത്തിലില്ല അല്ലേ? എവിടെയില്ല. കൊച്ചി ഹയാത്ത് കേരളത്തിലില്ല. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒറിജിനൽ ഹോട്ട് പോട്ട് കണ്ടിട്ടില്ല. 7 വയസ്സുകാരൻ്റെ അമ്മേനെ കണ്ട തോന്നിക്കില്ലല്ലോ. ഒരു 15 വയസ്സുകാരൻ്റെ അമ്മയാന്ന് പറയാം. അതാണ് തഗ് ഡയലോഗ്. തഗ് ഗൈസ്, ഇവിടെയാണ് ഓറിയന്റൽ കിച്ചണിലാണ് ഹോട്ട് പോട്ട് ഉള്ളത്. നിങ്ങൾ ഹോട്ട് പോട്ട് അല്ലെങ്കിലും ചൈനീസ് ഫുഡ് ലവേഴ്സ്, എസ്പെഷ്യലി സൂഷിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഡിംസംസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഡെഫിനറ്റ്ലി വന്ന് ട്രൈ ചെയ്താൽ ഒരു രക്ഷയില്ല. അത്യാവശ്യം തിരക്കുള്ളതാണ്. ഇത് ശരിക്കും ചൈനയിൽ പോയതുപോലെ ഉണ്ട് കേട്ടോ ഹോട്ട് പോട്ട്. ഞങ്ങൾ മീഡിയം സ്പൈസി ബ്രോത്ത് ആണ് പറഞ്ഞത്. ഞാൻ ഐറ്റംസ് ഒന്ന് പറഞ്ഞു തരാവേ. സോ ദിസ് ഇസ് ലൈക്ക് മിക്സ് ഓഫ് സീ ഫുഡ്, സ്ക്വിഡ്, പ്രോൺസ്, സീബാസ്. ഇതൊരു ചിക്കൻ ബീഫ് മീറ്റ് ബോൾ, ചിക്കൻ തായ്, ഇത് ബീഫ്, ഇത് ലാംപ്. ലുക്ക് അറ്റ് ദ കട്ട്. ഉദോൺ നൂഡിൽസ് ഉണ്ട്, തിൻ റൈസ് നൂഡിൽസ് ഉണ്ട്, ചൈനീസ് ക്യാബേജ്, മഷ്റൂം, ടോഫു. ഇത് ഷ്രിംപിന്റെ ഒരു ബോൾസ് ആണ്. പല ടൈപ്പ് സോസസ് ഉണ്ട് ആൻഡ് ചിക്കൻ സോസേജ് ആൻഡ് എ നൈസ് സ്റ്റീമിങ് ഹോട്ട് പോട്ട്. ഹോട്ട് പോട്ടിന്റെ ഗുണം എന്താ പറയുക, ഇവിടുത്തെ നമ്മൾ കുക്ക് ചെയ്യേണ്ട. സാധാരണ ചൈനയിൽ നമ്മൾ തന്നെ കുക്ക് ചെയ്യുന്നത്, ഇവർ തന്നെ വന്ന് നമുക്ക് കുക്ക് ചെയ്ത് തരും. സോ നിങ്ങൾക്ക് ഹോട്ട് പോട്ട് എങ്ങനെയാ ചെയ്യേണ്ടത്, എത്ര നേരം കുക്ക് ചെയ്യണം എന്നൊന്നും അറിയില്ലെങ്കിൽ ഒരു ടെൻഷനും വേണ്ട, കറക്റ്റ് ആയിട്ട് അവര് കുക്ക് ചെയ്ത് തരും. ഒരു 5 to 10 minutes ആയിട്ട് അത്രേ അവർ കുക്ക്. നമ്മൾ ഓവർ കുക്ക് ചെയ്യരുത്, അതിന്റെ ടേസ്റ്റ് പോകും. സോ കുറച്ച് നൂഡിൽസും ബീഫിനൊക്കെ കളർ എന്ത് പെട്ടെന്നാ മാറിയെന്ന് നോക്ക്. ആൻഡ് ദെൻ കുറച്ച് ചൈനീസ് ക്യാബേജും ഇട്ട്. നമ്മൾ വിചാരിക്കും ഇതിൽ മസാല ഒന്നും പിടിക്കില്ല എന്ന്, പക്ഷെ ഇത്രയും മസാല അതിന് പിടിക്കാൻ പാടുള്ളൂ. അതാണ് ഹോട്ട് പോട്ടിന്റെ ഒരു ഗുണം. സോ ഇതിൽ നമുക്കുണ്ടല്ലോ ഇത്രയും ഐറ്റംസ് വേറെ തരും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മിക്സ് ചെയ്യാം. കുറച്ച് സോയയും വേണമെങ്കിൽ കുറച്ച് ജിഞ്ചറും കുറച്ച് ചില്ലീസ് ഒക്കെ ഇട്ട് നമ്മുടെ ഇഷ്ടം. പീനട്ട് സോസ് വേണമെങ്കിൽ പീനട്ട് സോസ് നമുക്ക് ഇതിലിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഡിപ്പ് ചെയ്ത് കഴിക്കാം. ഞാൻ സോയയും കുറച്ച് ജിഞ്ചറും കൂടി ഇട്ടുള്ള ഒരു സോസാണ് പ്രിഫർ ചെയ്യുന്നത്. ഇത് കണ്ട ആ ചില്ലിയൊക്കെ ഇതിൽ ശരിക്കും പെട്ടിട്ടുണ്ട്. ഹോട്ട് പോട്ടിന്റെ ആ ഒരു ഫ്ലേവർ ഒക്കെ. ആദ്യം നമുക്ക് നൂഡിൽസിൽ തന്നെ ഒന്ന് തുടങ്ങാം. ഇത് ആക്ച്വലി അത് നൂഡിൽസിനാണ് ഭയങ്കര അടിപൊളിയാണ്. പക്ഷെ പറഞ്ഞ പോലെ നമ്മുടെ ഒരു ചൈനീസ് ഫുഡിന്റെ പാലറ്റ് അല്ല ശരിക്കുള്ള ചൈനീസ് ഫുഡ്. ഞങ്ങൾ ചൈനയിൽ പോയിട്ട് കാണാത്തൊരു ഫുഡ് എന്താ അറിയോ, ചില്ലി ചിക്കൻ. ചൈനയിൽ ഞങ്ങൾ ഒരു 10-12 പ്രോവിൻസിൽ പോയിട്ടുണ്ട്. ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞ ഡിഷേ ഞങ്ങൾ കൊണ്ടുപോയി. ഹുനാൻ ചിക്കൻ എനിക്ക് തോന്നുന്നു നമ്മൾ തന്നെ ഉണ്ടാക്കിയായിരിക്കും ചില്ലി ചിക്കൻ എന്ന് പറഞ്ഞ ഡിഷ്. സോ അതുകൊണ്ട് നമ്മുടെ ഒരു ഇന്ത്യൻ പാലറ്റിന് വേണ്ടിയുള്ള ഒരു ഡിഷ് അല്ല. പക്ഷെ ഇഫ് യു ലവ് ടു എക്സ്പെരിമെന്റ് ആൻഡ്
ഇതിന്റെ മെയിൻ തിങ് നല്ല ക്വാളിറ്റി മീറ്റ്, എല്ലാം നല്ല ക്വാളിറ്റി ആയിരിക്കണം. അതിന് ഇൻഗ്രീഡിയൻസിന്റെ ടേസ്റ്റ് ആണ് ഹൈലൈറ്റ്. സോ അങ്ങനത്തെ ഫുഡ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ, ഇഫ് യു ആർ ഔട്ട് ഓഫ് ലിറ്റിൽ ബിറ്റ് ഔട്ട് ഓഫ് യർ കംഫർട്ട് സോൺ, കം ആൻഡ് ട്രൈ ദിസ് ബിക്കോസ് ഇറ്റ് ഇസ് റിയലി ഗുഡ്. നിങ്ങൾക്ക് ചൈനയിൽ കിട്ടുന്ന രീതിയിലുള്ള സെയിം ഫുഡാണ് ഈ ഒരു ഹോട്ട് പോട്ട് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്നത്. ആൻഡ് ഇതൊരു എക്സ്പീരിയൻസും കൂടിയാണ്. അവിടുത്തെ ഒരു സോഷ്യൽ ഈവനിങ് ആണ് ചൈനയിലൊക്കെ. നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വിൽ സിറ്റ് ദെയർ, കുറെ മണിക്കൂർ ഇങ്ങനെ ഇരുന്ന് കുക്ക് ചെയ്ത് ഇൻഗ്രീഡിയൻസ് വീണ്ടും ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും. ഈ ബ്രോത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വെള്ളം ആഡ് ചെയ്തുകൊണ്ടിരിക്കും. സോ ഒരു എന്താ പറയുന്ന ഒരു ഗാദറിംഗ് ആണ്, ഒരു സോഷ്യൽ ഗാദറിംഗ് സംഭവമാണ് ഈ ഹോട്ട് പോട്ട് എന്ന് പറയുന്നത്. അത് നമുക്കിവിടെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത് ഒരു വലിയ കാര്യമല്ലേ. സോ അതും ഹയാത്ത് റീജൻസി ടേക്ക് കെയർ ചെയ്തിട്ടുണ്ട്. ഓറിയന്റൽ കിച്ചൺ ആണ് ഈ റെസ്റ്റോറന്റ് പേര്. ബീഫ് ബോൾസ്. അധികം മസാലകളൊന്നും ഇല്ല. നമ്മളായിരിക്കും പുഴുങ്ങിയത് പോലെയാണ്, പക്ഷെ പുഴുങ്ങിയതിന്റെ കാട്ടി കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ട്. ആ സമയത്ത് ഭയങ്കര മസാലയുടെയോ സോസുകളുടെയോ ടേസ്റ്റ് കാണില്ല. അപ്പൊ അതിനാണ് നമുക്ക് ഈ അക്കമ്പനിയൻസ് ഒക്കെ തരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളൊന്ന് വന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അതുപോലെ തന്നെയാണ് ഇവിടുത്തെ ഡ്രിങ്ക്സ്. ഇത് ഉലോങ് ടീയും ജിഞ്ചറും പാഷൻ ഫ്രൂട്ടും ആണ്. പ്രിയയുടെ ലിച്ചിയും കോക്കനട്ട് വാട്ടർ ആണ്. സോ വാട്ട് കൻ ബി മോർ റിഫ്രഷിംഗ് ദാൻ ദാറ്റ്? ലിച്ചി, കോക്കനട്ട് വാട്ടറും പിന്നെ വേറെ എന്തോ മിന്റും അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. പക്കയല്ലേ ഹോട്ട് പോട്ടിനോട് ശരിക്കും ബിയർ ആൾക്കാർ അടിക്കണ്ടേ. ചൈനയിൽ പോയാ ഒരു 15-20 ബോട്ടിൽസ് ഓഫ് ബിയർ സൈഡിൽ വെക്കും. ഫ്രീ ആണോ അവിടെ? ബിയറിന് 30 രൂപ 20 രൂപയ്ക്കല്ലേ ഉള്ളൂ. അടിപൊളിയല്ലേ? ഇത് ചിക്കൻ സോസേജസും അതുപോലെ തന്നെ ചിക്കൻ്റെ തൈ പീസ് ഒക്കെയാണ് ഇതിൽ. പക്ഷെ ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ ഹോട്ട് പോട്ടിൽ റെഡ് മീറ്റ് തന്നെയാണ്. റെഡ് മീറ്റും സീ ഫുഡും അതിലാണ് ഏറ്റവും കൂടുതൽ ഫ്ലേവർ പിടിക്കുന്നത് കമ്പയർഡ് ടു ചിക്കൻ. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഒന്നില്ലെങ്കിൽ റെഡ് മീറ്റ് ഓർഡർ ചെയ്യുക, അല്ലെങ്കിൽ സീ ഫുഡ് ഓർഡർ ചെയ്യുക. ഇതില്ല, ഓരോന്നായിട്ട് കുക്ക് ചെയ്ത് കഴിക്കണം, എന്നാലേ അതിന്റെ ടേസ്റ്റ് അറിയുള്ളൂ. ചൈനയിൽ ഞാൻ കഴിച്ചിരിക്കുന്ന ഏറ്റവും സ്പൈസിയസ്റ്റ് ഹോട്ട് പോട്ട് പോയി കഴിച്ചായിരുന്നേ. അതിന്റെ ലിങ്ക് പറ്റുമെങ്കിൽ ഇവിടെ ഇടാം, നിങ്ങൾ അത് പറ്റുമെങ്കിൽ കണ്ടു നോക്ക്. വേൾഡിലെ ബിഗസ്റ്റ് ഹോട്ട് പോട്ട് റെസ്റ്റോറന്റ് ആയിരുന്നു. വേൾഡിലെ ബിഗസ്റ്റ്. ഒരു മല മൊത്തം എടുത്ത് അതൊരു റെസ്റ്റോറന്റ് ആക്കിയിരിക്കുക ചൈനക്കാര്. ചോങ്ചിങ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടാ. ഇത് അടുത്തത് സീ ഫുഡാണ്. സോ ഇതില് അവര് ഓരോ ടൈപ്പ് ഓഫ് മീറ്റിന്റെ നൂഡിൽസ് വേറെയാ അവർ എടുക്കുന്നത്. ഇത് മറ്റേ ഉദോൺ നൂഡിൽസ് ബീഫിന്റെ കൂടെ ആണെങ്കിൽ ഈ ഗ്ലാസ് നൂഡിൽസ് ആണ് സീ ഫുഡിന്റെ കൂടെ തരുന്നത്. സോ ഇതിൽ ഷ്രിംപ് ഉണ്ട്, സ്ക്വിഡ് ഉണ്ട്, നമ്മുടെ സീബാസ് ഉണ്ട്. ബോൺലെസ് സീബാസ് ആണ്. ബാക്കി കുറച്ച് ഐറ്റംസ് വന്നാൽ എനിക്ക് തീർക്കാൻ പറ്റുന്നില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു എക്സ്പീരിയൻസ് ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ യൂണീക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ സംതിങ് ഡിഫറെൻറ്റ്, ഡെഫിനറ്റ്ലി കം ആൻഡ് ട്രൈ ദിസ്. കാരണം ഹോട്ട് പോട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ തന്നെയാണ്. ഇതാണ് ഒത്തന്റിക് ആയിട്ടുള്ള ഹോട്ട് പോട്ട്. അതിൻ്റെ കൂടെ നല്ല മോക്ടെയിൽസ് ഓർഡർ ചെയ്യാം. ഓക്കെ, നമ്മളപ്പോൾ വന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം നമ്മൾ ഇതുപോലെ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ പോകാനായിരുന്നേ. പ്രിയ ഈ അമ്പലത്തിൽ ഇങ്ങനത്തെ അമ്പലങ്ങളിലൊക്കെ പോയോണ്ടല്ലോ പ്രിയയുടെ വേറൊരു രൂപം കാണാം. ഞാൻ ഒരു അമ്പലവാസിയായിരുന്നു കെട്ടുന്നതിന് മുന്നേ വരെ. കെട്ടിക്കഴിഞ്ഞപ്പോഴാണ് അമ്പലത്തിലും പോകുന്നില്ല, ഒന്നുമില്ല. പ്രാർത്ഥിച്ച് കരയാനൊക്കെ തുടങ്ങും. എന്താന്ന് ഭയങ്കര, എന്നിട്ട് പിന്നെ ഭയങ്കര എനർജി ആയിരിക്കും അമ്പലത്തിൽ നിന്ന് വെളിയിൽ വന്നു കഴിഞ്ഞാൽ. സത്യം അങ്ങനത്തെ ഒരാളാണ് പ്രിയേട്ടാ. അപ്പോൾ വേദു എനിക്കൊന്നും ഇവിടെ ഇതുവരെ പോയിട്ടില്ല. ഞാൻ ഒരു തവണ ലൈഫിൽ പോയിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഇവിടെ ഒന്ന് പോയി വേദുവിൻ്റെ ബർത്ത്ഡേ പിറന്നാളൊന്ന് ആഘോഷിക്കണം. ആൻഡ് ഹോപ്പ്ഫുള്ളി മര്യാദയ്ക്ക് തൊഴാനും പറ്റും. തിരക്കൊക്കെ അറിയാലോ അവിടുത്തെ. അപ്പോൾ നേരെ പോവാം അങ്ങോട്ട്. ബാ. ത്തിന്റെ പരിസരേ മാറിപ്പോയിട്ടാ. പണ്ട് നമ്മൾ വന്നപ്പോൾ എനിക്കൊന്നും ഇവിടെ റോഡും മറ്റേ ഇങ്ങനത്തെ ഇത്രയും ക്ലീനും ഫുൾ ടൈൽഡ് ഒന്നും അല്ലായിരുന്നു. ഇതിപ്പോ ഒരു യൂറോപ്യൻ സിറ്റിയുടെ വാക്ക് വേ പോലെയാ തോന്നിക്കുന്നത്. അത്രയും അല്ലേ, അത്രയും ക്ലീനും നീറ്റും. ഇത്രയും ലക്ഷം ജനങ്ങൾ വന്നിട്ടും ഇത്രയും ഭംഗിയായിട്ടല്ലേ അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. ടൈലിട്ട് നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സൈഡിൽ തന്നെ മുണ്ടും പട്ടുപാവടയും എല്ലാം നമുക്ക് വാടകയ്ക്കല്ല വാങ്ങാൻ കിട്ടുന്നു. 50 രൂപയ്ക്കേ ഉള്ളൂ. ഇവിടെയൊക്കെ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ സൈഡിൽ. പക്ഷെ എനിക്കൊന്ന് ഇത് കടക്കാരുടെ തന്നെ പാർക്കിംഗ് ആയിരിക്കും. ഇവിടം വരെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ നമ്മൾ വന്നിട്ട് എക്സ്പീരിയൻസ് ആയിട്ട് പറയാം. എന്തായാലും ഒരു പ്രിയയുടെ കുറെ കാലത്തെ ഒരു ആഗ്രഹം സാധിക്കാൻ പോവാ അല്ലേ? തിരുവനന്തപുരം വന്ന പത്മനാഭനെ കാണാതെ പോകരുത്. അത് ഇവന്റെ നാളിന്റെ അന്നും കാണാൻ പറ്റി.
ആ ചിരി നോക്ക് അമ്മയുടെ. നോക്ക്, പെണ്ണുങ്ങളാണെങ്കിൽ സൽവാർ ഇട്ട മുണ്ട് കൊടുക്കണേ, അത് നമ്മൾ അറിഞ്ഞില്ല. എല്ലാവരും വരുമ്പോ ഒന്നില്ലെങ്കിൽ സാരി ഉടുക്കുക അല്ലെങ്കിൽ പാവാടയും ബ്ലൗസും ഇടുക. അതെ. അപ്പൊ എന്തായിരുന്നു, കുഴപ്പമില്ല. അല്ലെങ്കിൽ വേദുവിനെ പോലെ വരുക സുന്ദരനായിട്ട്, ഋത്തിക് പോലെ ബോഡിയൊക്കെ കാണിച്ച് ഇങ്ങനെ ഷോളൊക്കെ മേൽമുണ്ടൊക്കെ ഇട്ട് കവറൊക്കെ. കാര്യം പറ. പക്ഷെ ഐ ആം വെരി ഡിസപ്പോയിന്റഡ്. എന്താ വെച്ചാല് പണ്ടൊക്കെ ഞാൻ അമ്പലത്തിൽ വന്നോണ്ടിരുന്നപ്പോ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. എത്ര വർഷം മുന്നത്തെ കാര്യമാണ് പറയണേ, ഒരു 8-9 വർഷത്തെ മുന്നത്തെ കാര്യമാണ് പറയണേ. അപ്പൊ ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ദൈവത്തിന്റെ മുമ്പില് ആ 3 ഡോറുണ്ടല്ലോ, ആ മുമ്പില് നമുക്ക് ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കാമായിരുന്നു. പക്ഷെ ഇപ്പൊ തിരക്ക് കാരണം നമ്മളെ അങ്ങ് അറ്റത്തെ ഡോറിന്റെ അടുത്തോട്ടേ വിടൂല. ആ ഫ്രണ്ടിലുള്ള നടയുടെ ബാക്കിൽ നിർത്തി ദൂരെ നിന്ന് കാണാൻ മാക്സിമം ഒരു 10-15 സെക്കൻഡ്. അത് അത്രയും തിരക്കാണല്ലോ. അതും എനിക്ക് തോന്നുന്ന മറ്റേ ആ കലവറയുടെ പ്രശ്നം വന്നതിന് ശേഷം ഫേമസ് ആയപ്പോ കുറെ നോർത്ത് ഇന്ത്യൻസും പലവരും വരുന്നുണ്ട് കാണാൻ. അപ്പൊ അതിന്റെ സെക്യൂരിറ്റിയും. പക്ഷെ എന്റെ അഭിപ്രായത്തില് വെരി വെൽ ഓർഗനൈസ്ഡ് ആണ്, എക്സ്ട്രീംലി ക്ലീൻ ആണ്, വെൽ മെയിൻറ്റൈൻഡ് ആണ്. ആൻഡ് ഇവര് അത് ഇവരുടെ മാനേജ്മെന്റ് പ്രത്യേകത. പോലീസുകാർ എല്ലായിടത്തും ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താ അറിയോ, ഗുരുവായൂർ എങ്ങനെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ലേഡീസിന് ഒരു ക്യൂ, ജെന്റ്സിന് ഒരു ക്യൂ, അങ്ങനെ മാറ്റി നിർത്തുന്നത് അത് നല്ല കാര്യം തന്നെ. അത് ഉള്ളിൽ കയറുമ്പോ, വെളിയിലല്ല ഉള്ളില്. എന്തായാലും തൊഴാൻ പറ്റി, ഹാപ്പിയായി. വേദിന്റെ പിറന്നാളിന് ഇവിടെ വന്ന് നമുക്ക് തൊഴാൻ പറ്റി, ബ്ലെസ്ഡ് ആയി. വന്ന് കാണാനെങ്കിലും പറ്റിയല്ലോ, ആ ഒരു സന്തോഷം സമാധാനം ഉണ്ട്. അപ്പൊ ഇനി നമുക്ക് നേരെ ചേച്ചിയൊക്കെ ഇപ്പൊ വരും. ഗൈസ്, സോ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തിരിച്ചു വന്നു. നിങ്ങൾ ഒരു സ്ഥലം കാണിക്കണമെന്നുണ്ടായിരുന്നു, ഭൂമി എന്ന് പറഞ്ഞൊരു സ്ഥലം. നമ്മളവിടെ പോയി റിസർവേഷൻ ഇല്ലാതെ കയറ്റില്ല എന്ന് പറഞ്ഞു. ഒരു ബാർ കം റെസ്റ്റോറൻറ്റ് അങ്ങനത്തെ ഒരു സംഭവമാണ്. ഭയങ്കര ട്രെൻഡിങ് സ്ഥലമാണ്. അമ്പലം കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ എല്ലാവർക്കും അവരവരുടെ ഫേവറേറ്റ് സാധനങ്ങൾ ഇവിടെ കിട്ടിയാട്ടാ. ഈ ഹയാത്തിൻ്റെ ലോബിയിൽ ഒരു കഫേ ഉണ്ട്. ബ്യൂട്ടിഫുൾ ലുക്കിംഗ് ആൻഡ് ഡെലിഷ്യസ് ടേസ്റ്റിംഗ് ഫിൽറ്റർ കോഫി ആൻഡ് മുറുക്ക് കിട്ടി. വീട്ടില് മമ്മിയോട് എനിക്ക് ഡെയിലി ഇങ്ങനെയൊക്കെ വേണം പ്രസന്റ് ചെയ്യാൻ. നല്ലത് കിട്ടും അവിടുന്ന് എനിക്ക് തരാം. മമ്മി കാണുമ്പോൾ പിന്നെ ഇത് ഒരു കഫേ മോക്ക. സോ ഇറ്റ്സ് ലൈക്ക് ചോക്ലേറ്റ് ആൻഡ് കോഫി, ഐസ്ഡ് കോഫി. വേദുവിന് ഫേവറേറ്റ് ആയിട്ടുള്ള മാക്രൂൺ. ഇതൊരു ഭയങ്കര വാല്യൂ ആണ്. 6 300 രൂപയേ ഉള്ളൂ. മാക്രൂൺസ് നോർമലി എറണാകുളത്തൊക്കെ നല്ല മാക്രൂൺസ് 1 100-120 ഒക്കെയാണ്. പക്ഷെ ഇത് നല്ല ക്വാളിറ്റി മാക്രൂൺസ് 6 300 രൂപ. എല്ലാവരും ഹാപ്പി. വരേണ്ടി വരും ഈ പ്രൈസിന്. അതെ, അടിപൊളി സാധനമാണ്. അവൻ ആർക്കും ഷെയർ ചെയ്യാൻ തരില്ല, അല്ലെങ്കിൽ അതിന് ഓർമ്മ ടേസ്റ്റ് തരാം. ആ, അത് സത്യം. അതെ. പിന്നെ നമുക്ക് ഭൂമിയിലും പോവാലോ. ആരാ വന്നേന്ന് നോക്ക്. ആരാ പോയി വിളിക്ക, അവർക്ക് അറിയില്ല. പോ, ഇവിടെ നിന്നല്ല, അവിടെ പോയി വിളിച്ചേ. ഇന്നേ ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് ട്രോഫി അടിച്ചിട്ട് വരുവാ നിരഞ്ജന. കൺഗ്രാറ്റുലേഷൻസ്, വി ആർ വെരി പ്രൗഡ് ഓഫ് യു. ഡെയിലി ഇപ്പൊ പ്രൈസ് അടിക്കല പണി. CBSE-യുടെ ഡ്രോയിങ് ഇന്നലെ പറഞ്ഞില്ലേ കോമ്പറ്റീഷൻ ആണ്. എന്താ വരച്ചേ? ഗാർഡനോ? ഓക്കെ. അവിടെ ചെല്ലുമ്പോഴേ തീം കൊടുക്കുള്ളൂ എന്ന്. അപ്പം 20 മിനിറ്റ്സ് മുമ്പ് അപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് വരയ്ക്കണം. കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇവര് അന്തുവിന്റെ ഷോപ്പിൽ നിന്ന് ട്രോഫി വരുത്തിക്കേണ്ടി വന്നേനെ. ജസ്റ്റ് റഫായിട്ടൊന്ന് കാണിക്കാം. നമുക്ക് ഇന്നും ബിരിയാണി ഉണ്ട്, ഒരു ചുട്ട കോഴി ചിക്കനും ഉണ്ട്, പിന്നെ ഒരു തേങ്ങ അരച്ച മീൻ കറി ഉണ്ട്. വെജിറ്റബിൾ കറി കണ്ടാലും മുരിങ്ങ തക്കാളി കറി, പയർ തോരൻ, നല്ല കുത്തരി ചോറ്, ലൈവ് ഫിഷിന്റെ ഗ്രിൽസ് ഒക്കെ ഉണ്ട്. മട്ടൻ പെരളനുണ്ടെന്ന്, മീൻ പൊള്ളിച്ചതുണ്ട്, ചിക്കൻ ലോളിപോപ്പ് ഉണ്ട്, ലാമ്പിന്റെ ഒരു ഡിഷ് ഉണ്ട്. ആൻഡ് യു ഗോട്ട് സം നൈസ് സൂപ്സ്. ഒക്കെ വെജ് സ്റ്റാർട്ടേഴ്സ് ആണ്. പൊരിച്ച പത്തിരിയും മറ്റേ കടലയുടെ ഒരു ഫ്രിറ്റേഴ്സൊക്കെ. ലൈവ് കൗണ്ടേഴ്സ് എന്ന് പറയാൻ ഇന്ന് ഇവിടെ ഒരു കീമ പാവ്, ഒരു നോർത്ത് ഇന്ത്യൻ. ഇന്ന് മാത്രം, ഇത് സാറ്റർഡേ സ്പെഷ്യലാണ്. പിന്നെ മുറുക്ക് മക്കനി, പനീർ മക്കനി, അതൊക്കെ ഇവിടെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. സാധാരണ ബുഫേയിൽ ഉണ്ടാക്കി വെക്കുമല്ലേ, ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കും. ആൻഡ് ദെൻ ഇവിടെ വേറെ കുറച്ച് കീമയൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ഡിഷസ് ഉണ്ട്. ഇതൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു പഞ്ചാബി തീമിൻ്റെ ബാക്കിയാണ്. സോ യു ഹാവ് ദീസ് സബ്ജീസ് ആൻഡ് പനീർ. അച്ചാറൊക്കെ വെച്ചിരിക്കുന്നത് തന്നെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇതൊക്കെ വെജാണ്. കടായി പനീർ, ആലു ഗോബി മസാല,
പക്ക ഒരു നോർത്ത് ഇന്ത്യൻ സ്പ്രെഡ് ഇവിടെ ഉണ്ട്. ആൻഡ് ദെൻ ഇത് കൊള്ളാമല്ലോ, കബാബ് ആൻഡ് അഫ്ഗാനി മുർഗ്, ധാബ മട്ടൻ കറി, കുറേ ഐറ്റംസ് ഉണ്ടല്ലോ എല്ലാം. ധാബ മട്ടൻ കറി, ധവ മച്ചി, എല്ലാം നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡിഷസും ഉണ്ട്. ഇന്ന് കേരളമുണ്ട്, നോർത്ത് ഇന്ത്യനും ഉണ്ട്. ഡെസേർട്ടിൽ നല്ല ബൂന്തി ലഡു, കുറച്ച് റസ്മലായി, പ്രിയം ധന്യൊക്കെ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിരിക്കും. കോക്കനട്ട് ബർഫി പണ്ട് ഇതെൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടായിരുന്നു. പല ടൈപ്പിലുള്ള ഐസ്ക്രീംസും പിന്നെ നമ്മുടെ വെസ്റ്റേൺ ഡിസേർട്ട്സും ഉണ്ട്. ബ്ലാക്ക് ഫോറസ്റ്റ് ലുക്സ് നൈസ്. ഡബിൾ കൊക്കോ കേക്ക്, ലെമൺ ബേസിൽ കേക്ക്, വനില പുഡിംഗ്, മാംഗോ ക്രഞ്ചി താറ്റ്. സോ യു ഗോട്ട് ഓൾമോസ്റ്റ് എല്ലാ പാലറ്റും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്പ്രെഡ് ഉണ്ട്. ഇനി പായസം വേണമെങ്കിൽ അതും അവൈലബിൾ ആണ്. ഗുലാബ് ജാമുനും റെഡി. എല്ലാവരും ബുഫേ എടുക്കാൻ പോയിട്ടുണ്ട്. ഞാൻ സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടല്ലോ ചിക്കൻ ലോളിപോപ്പ്, ഫിഷ് ഒരു പൊരിച്ചത്, എനിക്ക് അതുപോലത്തെ ഒരു സംഭവമാണ്. ഇത് രണ്ടും വേദുവിൻ്റെ ഫേവറേറ്റ് ആണ്, അതുകൊണ്ടാണ് ഞാൻ എടുത്തത് കേട്ടോ. ഇതൊക്കെ വേദുവിനാണ്. ഓക്കെ, ഇവിടെ വന്നിട്ട് എനിക്ക് ഇവരുടെ ഈ മസാല പാവ എന്തായാലും ഇവിടെ വന്നിട്ടേ എനിക്ക് ഇവരുടെ ഇതൊന്നും എന്തായാലും ട്രൈ ചെയ്യാം. കീമ മട്ടൺ ഞാൻ കഴിക്കാത്തൊരു ഡിഷാണ്. കണ്ടിട്ട് എനിക്ക് പുതിയാവുന്നത് ആ ഒരു പച്ചമുളകും ഈ ഒരു ഫ്ലേവറുള്ള സവാളയും നല്ല ബട്ടറൊക്കെ ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ കുറച്ച് പനീറും കൂടെ എടുക്കും. ചിക്കൻ ബട്ടർ മസാല ഇവിടെ നിന്ന് തന്നെ ടിക്ക ചെയ്ത് വെച്ചിട്ട് ഒരു ഫ്രഷ് ആയിട്ട് തണ്ടൂരി ചെയ്ത് വെച്ചിട്ട് ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ബട്ടർ ചിക്കനാണ്. ഇത് ഇവരുടെ ഒരു കീമ ബട്ടറാണ്. മട്ടർ അതെന്താണ് സംഭവം. സോ ഒരു കീമ ബണ്ണും അതിൻ്റെ കൂടെ അതുപോലെ ഒരു കീമയും മട്ടനും കുറച്ച് പീസും ആണ് തോന്നുന്നു. നോക്കട്ടെ എങ്ങനെയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. ഈവൻ ബോംബെ പോയപ്പോഴൊന്നും കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് കഴിച്ചിട്ട് ഇതിൻ്റെ കൂടെ കുറച്ച് സവോളയും ലാസ്റ്റ് ഈ ഒരു പച്ചമുളകും എടുത്ത് കടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഫീൽ തന്നെയാണ്. വെറുതെ അല്ല ഈ ബോംബെയിലെ സ്ട്രീറ്റ് ഫുഡിന് ഇത്രയും ലവേഴ്സ്. എന്താ ഇത്, ഫുഡ് കഴിക്കില്ല, ഫുൾ പപ്പടം മാത്രം. ഇന്നലെ ഇത് തന്നെ പ്രിയ, കാണുന്നവർക്കൊക്കെ ശരിയായിരുന്നു. രഞ്ജുണ്ട് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമുക്ക് കംപ്ലീറ്റ് പപ്പടമാണ് കേട്ടോ പ്രിയയുടെ പ്ലേറ്റില്. സൈഡ് ഡിഷാണ് ചോറ്, അതിന്റെ കാട്ടി സൈഡ് ഡിഷാണ് മീറ്റ്. ചൗരയിലെ പപ്പടം ആണെങ്കിലും ഇങ്ങനെ തന്നെയാ പ്രിയ, പ്ലേറ്റ് മൊത്തം പപ്പടോ. ും നിരഞ്ജനയ്ക്കും നിധിക്കൊക്കെ നല്ല ഫ്രഷ് ബട്ടർ നാനും നല്ല ബട്ടർ ചിക്കനും. അത് നമ്മുടെ നല്ല ശരിക്കും ഒരു പഞ്ചാബി ചണ്ഡീഗറിലൊക്കെ പോയി കഴിച്ചിട്ടുണ്ട് ഇതുപോലെ ബട്ടർ ചിക്കൻ. അതാണ് ഇവിടെ അവർ സെർവ് ചെയ്യുന്നത്. നല്ല മലബാർ മട്ടൻ ബിരിയാണിയാണ്. ഞാൻ സാധാരണ ഒരു തിരുവനന്തപുരം സ്റ്റൈൽ ബിരിയാണി ഇവിടെ എക്സ്പെക്ട് ചെയ്തത്. പക്ഷേ മലബാർ സ്റ്റൈൽ ബിരിയാണി ആണെങ്കിലും കോഴിക്കോട് ആ ഭാഗത്ത് കിട്ടുന്നതിനെ കാട്ടി ബെറ്റർ മട്ടനാണ് ഇവിടെ കിട്ടുന്നത്. അതുകൊണ്ട് മട്ടൻ ബിരിയാണി കൂടെ കഴിച്ച് ഡിന്നർ അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരു അടിപൊളി സ്പ്രെഡ് ആയിരുന്നു. എസ്പെഷ്യലി നോർത്ത് ഇന്ത്യൻ ഫുഡ് ലവേഴ്സ് സാറ്റർഡേ ഇവിടെ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ സെറ്റാണ്. ഇതൊക്കെ മിസ് ചെയ്ത് പോയി. ഇവിടെ വേറെ ഉണ്ടല്ലോ ഇതുപോലത്തെ കോണ്ടിനെൻ്റൽ ഫുഡും ഉണ്ടായിരുന്നു. റോസ്റ്റഡ് ചിക്കൻ, ദാറ്റ് ലുക്സ് നൈസ്. ആൻഡ് ദെൻ ഗ്രൗണ്ട് ബീഫ് സ്റ്റ്യൂ ആൻഡ് ചിക്കൻ. ഇതെനിക്ക് എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണം. മഷ്റൂം സോസ് ഭയങ്കര ഇഷ്ടമാണ്. ഇതും അടിപൊളി ഒരു ഡിഷായിരുന്നു. ചിക്കൻ ആൻഡ് മഷ്റൂം സോസ്. ആ മഷ്റൂം സോസ് ശരിക്കും ഒരു ബീഫ് സ്റ്റേക്കിലൂടെയൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പൊളിച്ചാണ്. ഇതും എല്ലാം മസ്റ്റ് ട്രൈ ആണ്. നോർത്ത് ഇന്ത്യൻ ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ സാറ്റർഡേ വരണ്ട, ബാക്കിയുള്ള ദിവസങ്ങൾ വന്നാൽ മതി. നോർത്ത് ഇന്ത്യൻ ഫുഡ് ഇഷ്ടമാണെങ്കിൽ സാറ്റർഡേ വന്നോ. ഇങ്ങനെയാണെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ കൂടെ ഒരു നല്ല നോർത്ത് ഇന്ത്യൻ സ്പ്രെഡും കാണും. ഇത് ചിക്കൻ, ഇത് കുറച്ച് ഡ്രൈ ആയിട്ട്, അതിലൊന്നുമില്ല. ഹലോ, അതിലൊന്നും ഇല്ലാന്ന് പോയി അടുത്തെടുക്ക്. ഐസ്ക്രീം ഫേവറേറ്റ് ആയിട്ട് കേട്ടോ നിരഞ്ജനയുടെ. ഐസ്ക്രീം കിട്ടിയില്ലെങ്കിൽ ആ ദിവസം പോക്കാം. യെല്ലോ ജിലേബി എടുത്തില്ല? ഞാൻ രണ്ടുപേരും യെല്ലോ ജിലേബി എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇല്ല രണ്ടുപേരുടെ മുഖത്തെ തിളക്കം ഉണ്ടല്ലോ ജിലേബിന്ന് കേൾക്കുമ്പോ. ഇല്ല ഇവിടെ എനിക്കറിയാം എന്താ വിഷയം പറഞ്ഞാൽ നടക്കില്ല കേട്ടോ. വിഷയം പറഞ്ഞാൽ നടക്കില്ല. ഔദ് ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ
എല്ലാരും കേക്ക് കഴിച്ചിട്ട് പോണം. നിരഞ്ജന കൊടുത്ത വേദൂന് കൊടുക്ക്, എല്ലാരും തരണം. ചെറിയ ചെറിയ പീസ് എല്ലാരും. നിരഞ്ജന കൊടുക്ക് ചെറിയ പീസ്. ഈ ചോക്ലേറ്റ് മാത്രം മതി. ആ ഇത് മാത്രം എന്നാ. ആ ഓക്കെ, ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി റൂമിൽ പോയി ബാക്കി ആഘോഷം അവിടെ. വാ വേദു, നമ്മൾ ഇവരെല്ലാരും കൂടെ ഒരു ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടാ. കേട്ടാ എല്ലാരോടും ആ ആ ബൈ. അപ്പൊ നമുക്ക് കാണാം കേട്ടോ ഉടനെ. ഓക്കെ, വീട്ടിൽ വരണം കേട്ടോ. ഓക്കെ ബൈ ബൈ. അങ്ങനെ നമ്മുടെ ബോയ് പെരുന്നാളൊക്കെ ആഘോഷിച്ചു, ഫാമിലി ഒക്കെ വന്നു, എൻജോയ് ചെയ്തു. നാളെ ഒരു ചെറിയ സർപ്രൈസ് ഉണ്ട്. അമ്മയ്ക്കാണ് സർപ്രൈസ്. അടുത്ത നാളത്തെ വ്ളോഗിൽ പറയാം. ആ അത് അത്രേ ഉള്ളൂ. ആ വേദുനും അമ്മയ്ക്കും. ആ വേദുന് മാത്രം. ഓക്കെ ഓക്കെ മോൻ. അപ്പൊ താങ്ക് യു എല്ലാരും. കുറെ പേര് വേദുനെ വിഷ് ചെയ്തു. എല്ലാവർക്കും താങ്ക് യു പറ. ഓക്കെ, ഹാപ്പി നാളെന്ന്. ആ ഓക്കെ. അപ്പൊ നാളെ ഒരു അടിപൊളി വ്ളോഗായിട്ട് കാണാം. ആ ഗുഡ് ബൈ.